നമസ്കാരം. ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് ഇനി വെറും ആയുധങ്ങളിൽ മാത്രമല്ല, അത്യാധുനിക സാങ്കേതിക വിദ്യയിലും കുതിച്ചുയരുകയാണ്. 2026 റിപ്പബ്ലിക് ദിന പരേഡിന്റെ റിഹേഴ്സലുകളിൽ ലോകം അത്ഭുതത്തോടെ നോക്കി നിന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. 4 കാലുകളിൽ നീങ്ങുന്ന, പുറത്ത് റൈഫിൾ ഘടിപ്പിച്ച യന്ത്ര നായ്ക്കൾ, മ്യൂൾ അഥവാ മൾട്ടി യൂട്ടിലിറ്റി ലെഗ്ഡ് എക്വിപ്മെന്റ് എന്ന് വിളിക്കുന്ന ഈ റോബോട്ടിക് നായ്ക്കൾ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്താണ് ഈ മ്യൂൾ? ആദ്യമായി കാണുന്നവർക്ക് ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗം പോലെ തോന്നാം. എന്നാൽ സംഗതി സത്യമാണ്. ദുർഘടമായ ഭൂപ്രദേശങ്ങളിൽ, അതായത് മഞ്ഞുമലകളിലോ ഇടതൂർന്ന വനങ്ങളിലോ മനുഷ്യർക്ക് എത്താൻ പ്രയാസമുള്ള ഇടങ്ങളിൽ അതിവേഗം സഞ്ചരിക്കാൻ ശേഷിയുള്ള 4 ലെഗ്ഡ് റോബോട്ടുകളാണിവ. ആധുനിക യുദ്ധമുഖങ്ങളിൽ സൈനികരുടെ ജീവൻ പണയപ്പെടുത്താതെ തന്നെ നിരീക്ഷണവും ആക്രമണവും നടത്താൻ ഇവ സഹായിക്കും. ഇവയുടെ സവിശേഷതകൾ നമ്മെ അമ്പരപ്പിക്കും. ഈ റോബോട്ട് നായ്ക്കളുടെ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നത് മാരകമായ സെൽഫ് ലോഡിംഗ് റൈഫിളുകളാണ്. ശത്രുവിനെ കൃത്യമായി ഉന്നം വെക്കാനും വെടിയുതിർക്കാനും ഇവയ്ക്ക് സാധിക്കും. 360 ഡിഗ്രിയിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന അത്യാധുനിക ക്യാമറകളും തെർമൽ സെൻസറുകളും ഇതിലുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് സാഹചര്യത്തിലും ഇവയ്ക്ക് കണ്ണു തെറ്റില്ല. കിലോമീറ്ററുകൾ അകലെയുള്ള കൺട്രോൾ സ്റ്റേഷനിൽ ഇരുന്ന് സൈനികർക്ക് ഇവയെ നിയന്ത്രിക്കാം. എവിടെയൊക്കെയാണ് ഇവ ഉപയോഗപ്പെടുന്നത്? പ്രധാനമായും കശ്മീർ പോലുള്ള അതിർത്തി മേഖലകളിലെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇവ നിർണായക പങ്കുവഹിക്കും. ഒരു കെട്ടിടത്തിനുള്ളിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സൈനികർക്ക് മുൻപേ ഈ റോബോട്ട് നായ്ക്കളെ അകത്തേക്ക് വിടാം. ഇത് സൈനികരുടെ ജീവൻ സംരക്ഷിക്കാൻ സഹായിക്കും. കൂടാതെ പർവ്വതനിരകളിൽ സൈനികർക്ക് ഭാരമേറിയ സാധനങ്ങൾ എത്തിക്കാനും ഈ മ്യൂൾ ഉപയോഗപ്രദമാണ്. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരം സാങ്കേതിക വിദ്യകൾ സൈന്യം ഏറ്റെടുക്കുന്നത്. ഇത്തരം ആധുനിക റോബോട്ടുകളെ സൈന്യത്തിൻ്റെ ഭാഗമാക്കുന്നതിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ആധുനിക സൈനിക ശക്തികളിലൊന്നായി ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നതിന് തെളിവാണ്. സാങ്കേതിക വിദ്യയും ധീരതയും കൈകോർക്കുമ്പോൾ ഇന്ത്യൻ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാകും. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ തല ഉയർത്തിപ്പിടിച്ച് നീങ്ങുന്ന ഈ റോബോട്ട് സൈന്യം പുതിയ ഇന്ത്യയുടെ പ്രതീകമാണ്. ജയ് ഹിന്ദ്.